നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സോമർസെറ്റ് സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ചിലാണ്. നമ്മളിപ്പോൾ ഇന്ന് യൂക്രിസ്റ്റിക് കോൺഗ്രസിന് സമാപനം കുറിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസിൽ 3 ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ട് വചനമഴ ഒരുക്കിയ ഫാദർ ഡാനിയൽ പൂവത്തിങ്കൽ അച്ഛനാണ്. അച്ഛൻ ഈ ഒരു ലോകം മുഴുവൻ മലയാളികളെ വചനമഴ കൊണ്ട് നിറയ്ക്കുകയും അതോടൊപ്പം തന്നെ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടറുമാണ്. അതിനുപരിയായിട്ട് അമേരിക്കൻ മലയാളികൾക്ക് അസെൻഷൻ പ്രസൻസ് പോഡ്കാസ്റ്റിന്റെ മലയാളം ബൈബിൾ ഇൻ എ ഇയർ മലയാളം പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റ് കൂടിയാണ്. അച്ഛന് ഷെക്കിന ടിവിയിലേക്ക് സ്വാഗതം. താങ്ക് യു അച്ഛ. അച്ഛ, ബൈബിൾ ഇന്നിപ്പോൾ 3 ദിവസങ്ങളായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് ഈ ഒരു വിശുദ്ധ കുർബാനയുടെ ഉത്ഭവവും ആ വിശുദ്ധ കുർബാന എന്നും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഈശോയായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങണമെന്നുമാണല്ലോ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഈ 3 ദിവസത്തെ ഈ ചൈതന്യം എങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കും പാരിഷിലേക്കും ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്കും എത്തിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അമേരിക്കൻ മലയാളികൾക്ക് ഒരു ഉപദേശം അച്ഛൻ തരാമോ? നമ്മള് ഏത് കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു സജീവമായ ചൈതന്യം നിലനിർത്തണമെങ്കിൽ വി നീഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ഓൾ ദ ടൈം. നിരന്തരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ലൈവായി വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വിഷയം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. ഒരു പ്രത്യേക കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും യൂത്തിനിടയിലാണെങ്കിലും നമ്മൾ കൂടുന്ന സ്ഥലത്തെല്ലാം there should always be a reference to the Eucharist whenever we talk or wherever we are. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും. കാരണം ഇത് നമ്മുടെ ഈ ഭക്ഷണം പോലെ തന്നെ, ഒരുപക്ഷെ ഭക്ഷണം എന്നല്ല, ഓക്സിജൻ പോലെ, പ്രാണവായു പോലെ നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മോശ പറഞ്ഞ പോലെ കട്ടളപ്പടിയിലും പടിവാതിലിലും നിങ്ങളുടെ കൈയിലും നെറ്റിയിലും എല്ലാം നിങ്ങളത് എഴുതി വെക്കണമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ അതെപ്പോഴും ഒരു ഓർമ്മയായിട്ട് കൊണ്ട് നടക്കാൻ വി നീഡ് ടു കീപ് ദിസ് എ ലൈവ് ടോപ്പിക്. അച്ഛാ, ഒത്തിരി നന്ദി. ഈ 3 ദിവസം ഞങ്ങൾക്ക് വചനമഴയിലൂടെയും വിശുദ്ധ കുർബാനയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു തന്നതിനും അതുപോലെ തന്നെ ബൈബിൾ ഇൻ എ ഇയർ പോഡ്കാസ്റ്റിലൂടെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനും ഷെക്കിന ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛന് നന്ദി പറയുന്നു. സിൽവി സന്തോഷ് ഫ്രം സോമർസെറ്റ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.